വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. UDF അങ്ങോട്ട് പിന്തുണ അഭ്യർത്ഥിച്ചതല്ല, UDF-ന് ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. CPM-കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഞങ്ങൾ CPM-ന്റെ വോട്ട് വേണ്ടെന്ന് പറയോ? കഴിഞ്ഞ 2 ദിവസങ്ങളുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള തിരഞ്ഞെടുപ്പ് നീക്കുപോക്കുകളെ കുറിച്ചുള്ള ചർച്ചയിൽ വലിയ വിമർശനം LDF-ന്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുകയാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന പുതിയ നിലപാടിനെ കുറിച്ച് വിശദീകരിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം കൂടി UDF ഏറ്റെടുക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പ്രചാരണത്തിലേക്ക് എത്തുന്ന ദിവസമാണ്. അവസാന സമയത്തെ ഈ സാമുദായിക രാഷ്ട്രീയ പ്രചാരണം UDF-ന് വെല്ലുവിളി ഉണ്ടാക്കുമോ? ഒരു കാരണവശാലും ഇല്ല മാധു. ഞങ്ങൾ തുടക്കത്തിലേ ഇത് പറഞ്ഞതാണല്ലോ. തൃക്കാക്കര ബൈ ഇലക്ഷനും അതുപോലെ പുതുപ്പള്ളി ബൈ ഇലക്ഷനും പാലക്കാട് ബൈ ഇലക്ഷൻ, ചേലക്കര, അതുപോലെ വയനാട് ലോക്സഭ ബൈ ഇലക്ഷൻ, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം CPM പറഞ്ഞ് പയറ്റി പഴകിയ തന്ത്രമാണ് ഇവരെടുക്കുന്നത്. ഇവർ തെരഞ്ഞെടുപ്പാകുമ്പോൾ മനുഷ്യരെ, വോട്ടർമാരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ച് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ശൈലി നരേന്ദ്രമോദിയുടെ ശൈലിയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന സ്ട്രാറ്റജി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ബോധ്യം ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പും കൂടി കഴിയുമ്പോഴെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂർ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭക്കാരോ PDP-കാരോ അങ്ങനെയുള്ള ആളുകളാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടവകാശമുള്ള പൗരന്മാരായിട്ടുള്ള 9 വർഷമായിട്ട് പിണറായി വിജയന്റെ ദുര്യോഗങ്ങൾ അനുഭവിക്കുന്ന, ദുരന്ത സമാനമായിട്ടുള്ള ഭരണത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യർ നിഷ്പക്ഷമായിട്ട് അവർ UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ തെരഞ്ഞെടുക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അവിടെ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തിയ UDF, ആ വിഷയത്തെ 9 കൊല്ലമായിട്ട് ഉയർത്തി സമരം നടത്തുന്ന UDF, ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ക്ഷേമനിധി പെൻഷൻ 20 മാസത്തോളമായിട്ട് കിട്ടാക്കനിയാകുന്ന വിഷയം, വൈദ്യുതി ചാർജും വെള്ളക്കരവും വീട്ടുകരവും ഭൂനികുതിയും എല്ലാം വർദ്ധിപ്പിച്ചിട്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റാത്ത, ജീവൻ രക്ഷാ മരുന്നുകൾ വിലക്കുറവിൽ കൊടുക്കാൻ പറ്റാത്ത, ആശുപത്രികളുടെ കാരുണ്യ ചികിത്സാ പദ്ധതിയും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പാക്കാൻ പറ്റാത്ത, കിടപ്പ് രോഗികളുടെയും ഹീമോഫിലിയ രോഗികളുടെയും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും അല്ലെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസിന്റെയും അങ്ങനെയുള്ള നൂറുകണക്കിന് വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇതിനെ ജമാഅത്തെ ഇസ്ലാമി, PDP, ഹിന്ദു മഹാസഭ എന്നൊക്കെ പറഞ്ഞ് ചില ജാതി കോമരങ്ങളുടെ പുറകിൽ കൊണ്ടുപോയി കെട്ടാൻ തീരുമാനിക്കുന്നത് CPM-ന്റെ അജണ്ടയാണ്. അതിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ രാഷ്ട്രീയം എന്ന നിലപാട് ഡോക്ടർ ജിൻഡോ ജോണിന് മാത്രമുള്ളതാണോ, അതോ കോൺഗ്രസിനും UDF-നും അപ്പാടെയും ഉള്ളതാണോ? അങ്ങനെയാണ് എങ്കിൽ അവരുടെ പിന്തുണ പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ ജാതി കോമരങ്ങളുടെ വോട്ട് വേണ്ട എന്ന നിലമ്പൂരിൽ സ്വീകരിക്കാമായിരുന്നില്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സാമുദായിക ശക്തികളുടെ പിന്തുണ കിട്ടിയാൽ ഇങ്ങ് പോരട്ടെ എന്ന നില സ്വീകരിക്കുന്നതോ? അല്ല, ഞാൻ ജാതി കോമരം എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് CPM-ന്റെ രാഷ്ട്രീയത്തെയാണ് ഞാൻ പറഞ്ഞത്. CPM-ന്റെ രാഷ്ട്രീയത്തെ PDP-ക്ക് പാർട്ടിയാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇതേ PDP-യെ കുറിച്ചിട്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. ജയരാജന്റെ പുസ്തകത്തിൽ ഈ ഒരുപാട് ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത പ്രസ്ഥാനമാണ് PDP എന്ന് പറയുന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും. അപ്പോൾ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. ജയരാജൻ എഴുതിയ പുസ്തകത്തിലെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്തെന്ന് പറയപ്പെടുന്ന PDP-യുടെ പിന്തുണ സ്വീകരിക്കാം. ഗാന്ധി മതത്തിന്റെ കാരണക്കാരായി എന്ന് പറയപ്പെടുന്ന കാരണക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ 10-70-75 വർഷക്കാലത്തെ ചരിത്രത്തിൽ രഹസ്യമായി മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്ന, പൊതുരംഗത്ത് വരാൻ ധൈര്യമില്ലാത്ത ഹിന്ദു മഹാസഭയുടെ പിന്തുണ CPM-ന് സ്വീകരിക്കാം. അവർ 1978 മുതൽ 2014 വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട്, വോട്ട് സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച CPM-ന് ഇന്ന് അത് മോശപ്പെട്ട പ്രസ്ഥാനമാണെന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് CPM-ന്റെ ഈ രാഷ്ട്രീയം ജാതി കോമരം എന്ന് ആക്ഷേപിക്കുന്ന തരത്തിൽ ഞാൻ പറഞ്ഞത്. പിന്തുണ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടോ? അതോ ഇപ്പോഴത്തെ നിലയനുസരിച്ച് നിങ്ങൾ അതിനെ ലഘൂകരിച്ച് കാണാൻ തയ്യാറാണോ? എന്തിനാണ് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്? അങ്ങനെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്ന തോതിലുള്ള വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പോക്കറ്റിൽ അവിടെ ഉണ്ട് എന്ന് കോൺഗ്രസും UDF-ഉം വിശ്വസിക്കുന്നുണ്ടോ? അതോ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ, ഇതൊരു ട്രയൽ റൺ എന്ന നിലയ്ക്ക് നടക്കട്ടെ എന്ന് പറയുന്ന മുൻകൂട്ടിയേറാണോ? മാധു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി അങ്ങോട്ട് സംസാരിച്ചതല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടല്ല. വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. UDF അങ്ങോട്ട് പിന്തുണ അഭ്യർത്ഥിച്ചതല്ല,
UDF ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ, കാരണം 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടക്കുന്ന ഈ ബൈ ഇലക്ഷനിൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജനവിധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും, CPM-കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഞങ്ങൾ CPM-ന്റെ വോട്ട് വേണ്ടെന്ന് പറയോ? ഞങ്ങൾ പിണറായി വിജയന്റെ പാർട്ടിയിലെ പിണറായി വിജയൻ തുടർഭരണം കിട്ടിയാൽ എന്തൊക്കെയോ മാറ്റിമറിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള CPM-കാരുടെ ഉൾപ്പെടെ വോട്ട് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ എന്തിനാണ് നമ്മൾ ജാതിയുടെ കള്ളികളിൽ വെക്കുന്നത്? എന്തിനാണ് നമ്മൾ മതത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികളിൽ ഒതുക്കാൻ തീരുമാനിക്കുന്നത്? പിണറായി വിജയന്റെ പാറപ്പുറത്തെ വാർഡിൽ പോലും 22 വോട്ട് K. സുധാകരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികം കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അയൽക്കാർ പോലും ജനങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാണ് എന്ന് നമുക്ക് ആർക്കും ഒരു ധാരണയില്ല. അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊത്തുന്ന പൊതുനിലപാടുള്ള ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് തന്നെയാണ് വിവിധ മുന്നണികൾ ഓരോ സമയത്തും അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിന്റെ വോട്ട് കാലാകാലങ്ങളിൽ LDF-ന്റെ വോട്ട് കോൺഗ്രസിനോ, ഇനി ഈ രണ്ടുപേരുടെയും വോട്ട് BJP-ക്കോ, BJP-യുടെ വോട്ട് രണ്ടുപേർക്കുമോ വരുന്നത് പോലെയാണോ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും വോട്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്നു.